Welcome to YouTube channel of Farooq Higher Secondary School, Farooq College. Myself Ashraf, Department of Political Science. Dear students, our plus 2 Political Science book is divided into two parts. First part is Politics in India since Independence. This part deals with the major developments in Indian politics after independence. The second part is Contemporary World Politics. It provides a comprehensive evaluation of contemporary world politics with special reference to India. വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ വർഷത്തെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ബുക്സ് രണ്ട് ഭാഗമായിട്ടാണ് ഉള്ളത്. ഒന്ന്, സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയമാണ്. രണ്ട്, സമകാലിക ലോക രാഷ്ട്രീയം. സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതലുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് സമകാലിക ലോക രാഷ്ട്രീയം, കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. സമകാലിക ലോക രാഷ്ട്രീയത്തിൽ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചത് മുതൽ 1945 മുതൽ, എന്നാൽ കോൾഡ് വാർ ആരംഭിക്കുന്നത് മുതലുള്ള ലോക രാഷ്ട്രീയത്തെ സമഗ്രമായി പരിശോധിക്കുകയാണ്. അതും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുകയാണ് ആ ഭാഗത്ത് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഫ്രം ഫസ്റ്റ് പാർട്ട്, ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് ഫ്രം പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ since independence. Discuss some major issues like 3 challenges, partition and its consequences, integration of the princely state, reorganization of the linguistic state. ഇങ്ങനെ പ്രധാനമായും 4 ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. Today we are going to discuss 3 challenges. In the midnight of 15th August 1947, India became independent. Thus, 200 years British colonial rule came to an end. Jawaharlal Nehru, the first Prime Minister of India, delivered a memorable speech in a special session of the Constituent Assembly. This speech is popularly known as Tryst with Destiny. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രാഷ്ട്രനിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളെ സംബന്ധിച്ചാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ 15 എന്ന് പറയും നമ്മൾ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇതോടുകൂടി 200 വർഷത്തോളം കാലം ഭരിച്ച ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് അന്ത്യം കുറിക്കുകയാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒരു മെമ്മറബിൾ സ്പീച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഒരു പ്രത്യേക സെഷനിൽ അദ്ദേഹം നടത്തുകയാണ്. ഈ സ്പീച്ച് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അഥവാ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ്. ഈ സ്പീച്ചിൽ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങളോട്, രാഷ്ട്രനിർമ്മാണം നടത്തുന്ന ആളുകളോട്, ദേശീയ നേതാക്കളോട്, അവർക്കൊക്കെ ഈ രാജ്യത്തോടുള്ള സമർപ്പണത്തെ സംബന്ധിച്ചും ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ആ സ്പീച്ചിൽ ഊന്നി പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ്. ഈ ഭാഗത്ത് നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ കഴിഞ്ഞ 2020 മാർച്ചിലെ പരീക്ഷയിലെ 1ാമത്തെ ചോദ്യം ഇതായിരുന്നു: ഹൂ ഡെലിവേർഡ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി? Delivered by Tryst with Destiny, delivered by Jawaharlal Nehru. Independent India faced 3 kinds of challenges. First one, to shape a united nation. Second one, to establish democracy. Third one, to ensure development and well-being of the entire society. To shape a united nation. India was a land of continental size and diversity.
Its people spoke different languages and followed different cultures and religions. A land of such diversities could not remain together for long. So, the first and immediate challenge was shape a united nation. രണ്ടാമത്തെ ചലഞ്ച് to establish democracy. Constitution granted fundamental rights and extended the right to vote to every citizen. India adopted representative democracy based on parliamentary form of the government. But a democratic constitution is not sufficient for establishing democracy. So, the challenge was to develop democratic practices in accordance with the constitution. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ജനാധിപത്യം സ്ഥാപിക്കുക എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൂടാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഇന്ത്യയാണെങ്കിൽ പാർലമെൻ്ററി ഫോം ഓഫ് ദി ഗവൺമെൻറ്റാണ് സ്വീകരിച്ചിരിക്കുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയുടെ അടിസ്ഥാനത്തിൽ, പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർലമെൻ്ററി ഫോം ഓഫ് ദി ഗവൺമെൻറ് ആണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഭരണഘടനയിലുണ്ട്, ഇതിനൊക്കെയുള്ള വ്യവസ്ഥകൾ ഭരണഘടനയിലുണ്ട്. പക്ഷേ ഇത് മതിയാകില്ലല്ലോ ജനാധിപത്യം സ്ഥാപിക്കാൻ. A democratic constitution is not sufficient for establishing democracy. ഒരു ജനാധിപത്യ ഭരണഘടന മാത്രം മതിയാകില്ല ജനാധിപത്യം സ്ഥാപിക്കാൻ. So, the challenge was to develop democratic practice in accordance with the constitution. വെല്ലുവിളി എന്തായിരുന്നു? ജനാധിപത്യ ഭരണഘടനയിലുള്ള വ്യവസ്ഥകൾക്കനുസൃതമായി ജനാധിപത്യം ഇവിടെ സ്ഥാപിക്കണം, അഥവാ ഇലക്ഷൻ നടത്തണം. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, നിരക്ഷരരായിട്ടുള്ള ജനതയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ദാരിദ്ര്യം കൊടുകുത്തി വഴിയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ജനതക്കിടയിൽ സർവലൗകികമായ വോട്ട്, പ്രവൃത്തി വോട്ടവകാശം അല്ലെങ്കിൽ വോട്ട് ഇലക്ഷൻ നടത്തുക എന്നത് ആണ് ജനാധിപത്യ സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടത്തുക എന്നത് വെല്ലുവിളി തന്നെയായിരുന്നു. The third challenge was to ensure development and well-being of the entire society. Constitution clearly laid out the principle of equality and special protection to socially disadvantaged groups. The real challenge now was to evolve effective principles, policies for economic development and eradication of the poverty. മൂന്നാമത്തെ വെല്ലുവിളി എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുക, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാർക്ക്. ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന വ്യവസ്ഥകളുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഫലപ്രദമായ സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുത്തുകയും ഇന്ത്യയിൽ നിന്ന് ദാരിദ്ര്യം തുടച്ചു നീക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഐശ്വര്യവും ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നത് രാഷ്ട്ര നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ വെല്ലുവിളിയായി. Let us conclude our topic. Independent India faced 3 types of challenges. First one, to shape a united nation. Second one, to establish democracy. Third one, to ensure development and wealth to all, especially disadvantaged group, backward classes. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 വെല്ലുവിളികൾ. 1, ഒരു ഏകീകൃത രാഷ്ട്രം ഉണ്ടാക്കുക. 2, ജനാധിപത്യം സ്ഥാപിക്കുക. 3, എല്ലാ വിഭാഗം ജനങ്ങൾക്കും, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത 2 കാര്യങ്ങൾ. 1, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന സ്പീച്ച് നടത്തിയത് ആരാണ് എന്ന ചോദ്യം മുൻകാലങ്ങളിൽ പല തവണകളായി ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ് ചെയ്ത 3 ചലഞ്ചസ് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം 1 വേർഡ് 1 മാർക്കിന് ചോദിക്കാം. 3 ചലഞ്ചസ് 3 മാർക്കിനോ 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിച്ചേക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. 2020 ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് കഴിഞ്ഞ മാസം അഥവാ മെയ് മാസം നടന്ന പരീക്ഷയിലെ 1ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹു ഡെലിവേർഡ്
ദ ഫേമസ് ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ച്? എ. ലാൽ ബഹദൂർ ശാസ്ത്രി, ബി. ഡോക്ടർ ബി ആർ അംബേദ്കർ, സി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി. ജവഹർലാൽ നെഹ്റു. കണ്ടോ, ഒരു മാർക്ക് ജവഹർലാൽ നെഹ്റു, ഡെലിവേർഡ് ബൈ ജവഹർലാൽ നെഹ്റു, ഒരു മാർക്ക്. ഇനി ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹാഡ് ടു ഫേസ് ട്രൈഫോൾ ചലഞ്ചേഴ്സ്, ഐഡൻറ്റിഫൈ ദം. 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഇത്. നിങ്ങൾക്ക് എഴുതി വെച്ചാൽ 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി 5 മാർക്കിനാണ് ഈ ചോദ്യമെങ്കിൽ ഓരോ പോയിൻറ്റും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. ഏതായാലും നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ഈ ഏരിയയിൽ കൂടുതൽ വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.